ഞാനൊരു 15 മിനിറ്റ് എടുത്തോളാം. സോ ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിന്റെ മറ്റൊരു പാട്ടുവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷപൂർവ്വം ജോസഫ് ജോൺ സാറിനെയും അതുപോലെ തന്നെ ഷാബു സാറിനെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളാണ്, വളരെ മനോഹരമായ പാട്ടുകൾ. തന്നെയുമല്ല, അദ്ദേഹം നമ്മളോട് വിട്ടുപിരിഞ്ഞത് ഈ മാസമായിരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എത്ര മനോഹരം ഹൃദ്യവുമായ പാട്ടുകളാണ്. ആ പാട്ടുകളിലൂടെ അദ്ദേഹത്തെ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അതിനു മുമ്പായി ജോസഫ് ജോൺ സാറിന്റെ പാട്ടുവിശേഷത്തിന്റെ ചില ഏടുകളും കൂടെ കേട്ട് നമുക്ക് ഷാബു സാറിലേക്ക് പോകാം. സോ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം, നന്ദി. നമ്മൾ പാട്ടുവിശേഷത്തിൽ 2 സെഗ്മെന്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ സംസാരിച്ച കാര്യങ്ങൾ തന്നെ തുടരുകയാണ്. മ്യൂസിക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ എങ്ങനെ സഹായിക്കുന്നു, മനുഷ്യന്റെ വ്യക്തിത്വ വികസനത്തിന് എങ്ങനെ സഹായിക്കുന്നു, ജീവിതത്തെ ആകമാനം സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. മ്യൂസിക് ഹാസ് എ യുണീക്ക് റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. മറ്റൊന്നിനും കഴിയാത്ത, മ്യൂസിക്കിന് മാത്രം കഴിയുന്ന ഒരു റോളുണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്. മ്യൂസിക് ഇത് നമ്മുടെ വിശ്വാസം മാത്രമല്ല, നമ്മുടെ അനുഭവത്തിൽ നിന്ന് എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ മനുഷ്യൻ പണ്ട് മുതലേ മനസ്സിലാക്കിയിട്ടുണ്ട്. മ്യൂസിക്കിനൊരു പ്രത്യേകതയുണ്ട്. മ്യൂസിക്കിന് മാത്രമുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇറ്റ് ബ്രോഡൻസ്. എന്തൊക്കെയാണ് നമ്മുടെ വിശാലമാക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളെയാണ്, എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് വിശാലമാക്കുന്നതെന്ന് പറയാമോ? നമ്മുടെ കാഴ്ചപ്പാടിന് അല്ലെ വിശാലമാക്കുന്നു. സങ്കുചിത ചിന്തകൾക്ക് അതീതമായിട്ട് വിശാലമായിട്ട് ചിന്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒന്ന്. ബാക്കി നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാമോ? എന്തൊക്കെയാണ്? ഹാപ്പിനെസ്. നമ്മുടെ സന്തോഷം വിശാലമാക്കുന്നു, വലുതാക്കുന്നു അല്ലെ. അതിൻ്റെ ബൗണ്ടറീസ്, അതിർത്തികളില്ലാതെ സന്തോഷിക്കാൻ പറ്റും സംഗീതം. പിന്നെ നമ്മുടെ എമ്പതി, കരുതൽ, മറ്റുള്ളവരെ കരുതുവാനുള്ള ആ കാഴ്ചപ്പാട്, ഇതെല്ലാം വിശാലമാക്കുന്നുണ്ട്. ഇങ്ങനെ മ്യൂസിക് ബ്രോഡൻസ്, ദെൻ ഡീപ്പൻസ്. ആഴത്തിൽ സ്വാധീനിക്കുന്ന എന്തിനൊക്കെയാണ്? അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്, നോളജിന് ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. സ്നേഹത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. ആൻഡ് മ്യൂസിക് എൻറിച്ചസ്, നമ്മളെ പരിപോഷിപ്പിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ്, ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മളെ പരിപോഷിപ്പിക്കുക? ഒന്ന് ഊഹിച്ച് പറയാമോ? നമ്മുടെ ചിന്തകളെ പരിപോഷിപ്പിക്കുന്നു അല്ലേ. നമുക്ക് എങ്ങനെ? അറിവുകൾ കിട്ടിക്കൊണ്ട്. പാട്ടുകളിലൂടെ അറിവ് കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. തീർച്ചയായും കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, എളുപ്പം കിട്ടുന്നുണ്ട് അല്ല. ഒരു മണിക്കൂർ വായിക്കുന്നതിൻ്റെ സത്ത് നമ്മളൊരു പാട്ട് കേട്ടാൽ കിട്ടും. അതിൽ കവിതയുണ്ട്, സന്ദേശമുണ്ട് അല്ലേ. അത് ഇമ്പത്തോടെ അണിയിച്ചൊരുക്കുമ്പോൾ അതിന് വേറൊരു വശ്യതയുണ്ട്. അങ്ങനെ നമ്മളെ അറിവിനെ പരിപോഷിപ്പിക്കുന്നു. അക്സെപ്റ്റൻസ്, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്നു. നമ്മുടെ സ്കിൽ, പാട്ടിലൂടെ സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സ്കില്ലാണ്? നമ്മുടെ പല മെൻ്റൽ ഫാക്കൽറ്റികളും, ബ്രെയിൻ ഫാക്കൽറ്റികളും, നമ്മുടെ ഓർമ്മ അല്ലേ, നല്ല ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്, അതൊക്കെ എൻറിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓവറോൾ നമ്മുടെ അപ്പിയറൻസ് പോലും നമ്മുടെ ആത്മവിശ്വാസത്തെ എൻറിച്ച് ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ സംഗീതം നമ്മളെ പരിപോഷിപ്പിക്കുന്നു പല കാര്യങ്ങളിലും. Thereby music is of vital importance. നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ മ്യൂസിക്കിന് അത്രമാത്രം വൈറ്റൽ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ഇത് പ്രാചീന കാലം മുതൽ അറിവുള്ളതാണ്. ഗ്രീക്ക് ഫിലോസഫർ പ്ലേറ്റോ പറഞ്ഞിട്ടുള്ള
സംഗീതത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മ്യൂസിക്കിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ഞാനിവിടെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് ഓർത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മ്യൂസിക് ഈസ് പെയിൻ റിലീവ് ചെയ്യുന്നു. പെയിൻ സർജറി ഒക്കെ ഉണ്ടാകുമ്പോ പാട്ട് വെച്ചാല് അത് അതിൻ്റെ ഒരു എഫക്റ്റ് ആണ്. പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത് ഞാനൊന്നുകൂടെ പറയാം. മ്യൂസിക് ഈസ് എ മോറൽ ലോ. ഒരു ധാർമ്മിക നിയമ തത്വ സംഹിതയാണ് മ്യൂസിക്. ധാർമ്മികത നമ്മൾ പഠിക്കുന്നത് മ്യൂസിക്കിലൂടെ. ഇറ്റ് ഗീവ്സ് സോൾ ടു ദി യൂണിവേഴ്സ്. നമ്മുടെ പ്രപഞ്ചത്തിന് ആത്മാവിനെ നൽകുന്നു. ഇപ്പൊ ഈ മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ആണ്, അല്ലേ? ഒരു സൈഡ് എഫക്റ്റ് എന്ന് വേണേൽ നമുക്ക് പറയാം. അങ്ങനെ സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നല്ല സൈഡ് എഫക്റ്റുകളാണ്. പെയിൻ റിലീവ് ചെയ്യുന്നു, ടെൻഷൻ മാറുന്നു, ആങ്സൈറ്റി മാറുന്നു, അങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ ഡെഫിനിഷനിലേക്ക് തന്നെ വരാം. ഒന്നാമതായി യൂണിവേഴ്സിന് ഒരു ആത്മാവിനെ നൽകുന്നു. ദെൻ വിങ്സ് ടു ദി മൈൻഡ്. അതെങ്ങനെയാണ് വിങ്സ്? മനസ്സിന് ചിറകുകൾ കിട്ടുന്നത്. അപ്പോൾ മനസ്സിൽ ആ ചിന്തകൾ കൊണ്ട് നമുക്ക് പറക്കാൻ സാധിക്കുന്നു. ഫ്ലൈ ടു ദി ഇമാജിനേഷൻ. നമ്മുടെ ഭാവനയ്ക്ക് നിമിഷാർത്ഥത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റും, അല്ലേ? അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറില്ലേ പാട്ട് കേൾക്കുമ്പോൾ? ആ ഇമാജിനേഷൻ എതിലേക്കാണ് പറന്നു പോകുന്നത്, ആകാശഗമനം നടത്തുന്നത് നമുക്കറിയാൻ പറ്റില്ല. ആൻഡ് ചാം ആൻഡ് ഗൈറ്റി ടു ലൈഫ് ആൻഡ് എവറിത്തിങ്, അല്ലേ? എന്തിനും ചാമും വശ്യതയും ജൈവതയും ഒക്കെ നൽകുന്നു. എവറിത്തിങ്, ജീവിതത്തിനും എല്ലാത്തിനും നൽകുന്നു എന്നാണ് പ്ലേറ്റോ പറയുന്നത്. എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു ഡെഫിനിഷൻ ആയതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇത് ആവർത്തിക്കുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് ദ റിപ്പബ്ലിക് എന്ന ഇതിലാണ്. അതിൽ പലയിടത്തും സംഗീതം മനുഷ്യനെ സ്വാധീനിക്കുന്നതിൻ്റെ വശങ്ങൾ, ആസ്പെക്ട്സ് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഏറ്റവും ചെറുപ്പകാലത്ത് കിട്ടുകയാണെങ്കിൽ അതിന് സ്വാധീനം വളരെ കൂടുതലാണ്. ദ റിപ്പബ്ലിക് എന്ന പ്ലേറ്റോയുടെ പുസ്തകത്തിൽ ഇതൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം വീണ്ടും പറയുന്നു, ഐ വുഡ് ടീച്ച് ചിൽഡ്രൻ മ്യൂസിക്, ഫിസിക്സ് ആൻഡ് ഫിലോസഫി. എന്തൊക്കെയാണ്? മ്യൂസിക് പഠിപ്പിക്കും, ഫിസിക്സ് പഠിപ്പിക്കും, ഫിലോസഫി പഠിപ്പിക്കും. ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ബട്ട് അവിടെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മ്യൂസിക്. ഫിസിക്സ് പിന്നെ ഫിലോസഫി ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം. പക്ഷേ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്, ദറ്റ് ഈസ് മ്യൂസിക്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ പാറ്റേൺസ് ഇൻ മ്യൂസിക് ആൻഡ് ഓൾ ആർട്സ് ആർ ദി കീസ് ടു ലേണിംഗ്. ലേണിങ്ങിൻ്റെ താക്കോലുകളാണ്. പഠനത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൻ്റെ, ഉൾക്കൊള്ളുന്നതിൻ്റെ താക്കോലുകളാണ് എന്ത്? മ്യൂസിക് ആൻഡ് ഓൾ ആർട്സ്. ഓൾ ആർട്സ് എന്ന് പറയുന്നുണ്ട്, അതിൽ എടുത്തു പറയുന്നു മ്യൂസിക്. ടോൾസ്റ്റോയ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്, ദ മോസ്റ്റ് സബ്ലൈം ഫൈൻ ആർട്സ്. ഫൈൻ ആർട്സിൽ ഏറ്റവും സബ്ലൈം ആയിട്ടുള്ളത്, ഉദാത്തമായിട്ടുള്ളത് മ്യൂസിക്കാണെന്ന് ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുള്ളതും നമുക്കിവിടെ ഓർക്കാം. പ്ലേറ്റോ ബിലീവ്ഡ് മ്യൂസിക്കൽ ട്രെയിനിങ് ഈസ് എ മോർ പൊട്ടൻറ്റ് ഇൻസ്ട്രുമെന്റ് ദാൻ എനി അതർ. മറ്റേത് ഇൻസ്ട്രുമെന്റിനേക്കാളും, മറ്റേത് പഠനശാഖയെക്കാളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് മ്യൂസിക് എന്ന് പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അവിടെ എന്തൊക്കെയുണ്ട്? റിതം ആൻഡ് ഹാർമണി. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യം വേണ്ടത്. ജീവിതത്തിനൊരു താളം വേണ്ടേ, അല്ലേ? ഹാർമണി വേണ്ടേ, പൊരുത്തം വേണ്ടേ? അപ്പോൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് സംഗീതം, മ്യൂസിക്. ബിക്കോസ് റിതം ആൻഡ് ഹാർമണി ഫൈൻഡ് ദെയർ വേ into the inward places of the soul. നമ്മുടെ ആത്മാവിൻ്റെ അന്തരംഗങ്ങളിൽ, അല്ലെ, ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. ബിക്കോസ് റിതം ആൻഡ് ഹാർമണി ഫൈൻഡ് ദെയർ വേ. അവരുടെ വഴികൾ എവിടെ എത്തിച്ചെല്ലുന്നു? മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ, ആത്മാവിൻ്റെ അന്തരാളങ്ങളിൽ എത്തുന്നു. ഓൺ വിച്ച് ദേ മൈറ്റ്ലി ഫാസൻ. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണുള്ള ഗുണം? ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ കടന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വിട്ടുപോകത്തില്ല, അവിടെ ഉറച്ചു നിൽക്കും. അതാണ്
on which they mightily fasten. അല്ലെ, ആത്മാവിൽ അത് സ്വാധീനിച്ചു കഴിയുമ്പോൾ അവിടെ അത് മുറുക്കെ കെട്ടപ്പെടും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പ്ലേറ്റോയ്ക്ക് ശേഷവും ചരിത്രത്തിൽ സംഗീതത്തിന്റെ സിദ്ധി മനസ്സിലാക്കി പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് പലരും. 19-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ പോയറ്റ് ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെലോ, അമേരിക്കൻ പോയറ്റാണ്, സെഡ് മ്യൂസിക് ഈസ് ദി യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് മാൻകൈൻഡ്. മനുഷ്യരാശിയുടെ എന്താണ്, യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്, എല്ലാവർക്കും മനസ്സിലാകുന്നത്, എവിടെയും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലാംഗ്വേജ്, ഭാഷയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മീഡിയമാണ് മ്യൂസിക്. അതുകൊണ്ടാണ് ലോകത്തെ ഒന്നിപ്പിക്കുവാൻ, അല്ലേ, എന്താണ്, വിഘടനതയൊക്കെ ഒഴിവാക്കി എല്ലാവരെയും ഒന്നിപ്പിക്കുവാൻ സംഗീതത്തിന് മാത്രമേ കഴിയൂ എന്ന് പറയുന്നു. ഓക്കെ. ഡാനിഷ് ഓതർ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: വേർ വേർഡ്സ് ഫെയിൽ മ്യൂസിക് സ്പീക്സ്. വാക്കുകൾ തോൽക്കുന്നിടത്ത് സംഗീതം വാചാലമാകും, അല്ലെങ്കിൽ സംസാരിക്കുന്നു. വാക്കുകൾക്ക് പരിമിതിയുണ്ട്, ആ പരിമിതിയെ പോലും മറികടക്കാനായിട്ട് സംഗീതം കൊണ്ട് സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു. മ്യൂസിക് ഓക്യുപ്പൈസ് എ ക്രൂഷ്യൽ പോർഷൻ ഇൻ പീപ്പിൾസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ദെയർ ലൈഫ്സ്. മനുഷ്യരുടെ വ്യക്തിത്വ വികാസത്തിലും അവരുടെ ജീവിതത്തിൽ തന്നെയും ഒരു ക്രൂഷ്യൽ പൊസിഷൻ വഹിക്കുന്ന കാര്യമാണ് മ്യൂസിക്. ബിക്കോസ് it possesses certain qualities that make it even more important than language. ലാംഗ്വേജിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിഗണിക്കപ്പെടാൻ തക്ക ക്വാളിറ്റി സംഗീതത്തിലുണ്ട്. ഭാഷയെക്കാളും, നേരത്തെ പറഞ്ഞു, യൂണിവേഴ്സൽ ഭാഷയാണ്, ആർക്കും മനസ്സിലാകുന്ന ഭാഷയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വ്യക്തികളുടെ അതുപോലെ തന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ഉള്ളത് മ്യൂസിക്കിനാണ്. അത് ഭാഷയെക്കാളും ഒരു ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനിലെ അതിലെ നേട്ടമാണല്ലോ, അല്ലേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് വളർത്തുവാൻ സംഗീതത്തിന് സാധിക്കും. അല്ലെങ്കിൽ ലാംഗ്വേജിനേക്കാളും സംഗീതത്തിന് സ്വാധീനമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴത്തെ റിസർച്ചുകളും അതെല്ലാം ശരിവെക്കുന്നുണ്ട്. സയൻറ്റിസ്റ്റ് ഇൻവോൾവ് ഇൻ ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്, FMRI എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള സയൻറ്റിസ്റ്റ് പറയുന്നു, അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ചു, ദാറ്റ് മ്യൂസിക് പ്രൊവൈഡ്സ് എ ടോട്ടൽ വർക്കൗട്ട് ഫോർ ദ ബ്രെയിൻ. ഉണ്ടോ? FMRI ഇതിൽ വർക്ക് ചെയ്ത, അല്ലെങ്കിൽ അതിൽ പഠനം നടത്തിയ, FMRI എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജറി, ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജറി ആണല്ലോ, അല്ലെ? അത് MRI എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ FMRI. ഇവിടെ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജറി, അതിൽ പഠനം നടത്തിയവരുടെ കണ്ടുപിടുത്തമാണ്. ഇതാണ് ബ്രെയിനിന് ടോട്ടൽ വർക്കൗട്ട്, സമഗ്രമായിട്ട് എല്ലാ കാര്യത്തിലും എല്ലാ മേഖലയിലും സമഗ്രമായിട്ടുള്ള ഒരു വർക്കൗട്ടിന് ഇടം നൽകുന്നത്, ഒരു വർക്കൗട്ടിന് സാധ്യത നൽകുന്നത് സംഗീതം മാത്രമാണ്. വെറാസ് അതർ ആക്ടിവിറ്റീസ്, മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഏതെങ്കിലും ഒരു പോർഷനെ കുറിച്ച് ആയിരിക്കും ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ബ്രെയിനിൻ്റെ സമഗ്രമായിട്ട് ടോട്ടലി ഒരു വർക്കൗട്ട് നടത്തുന്നത് സംഗീതമാണ്. നമുക്കറിയാം, പാട്ട് കേൾക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ അത് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, ഓർമ്മിച്ചെടുക്കുന്നു. പഴയതാണെങ്കിൽ ഓർമ്മയെ വരുന്നു, അല്ലേ? പിന്നെ റിസൺ ചെയ്യുന്നു, ലിറിക്സ് ഉള്ളതാണെങ്കിൽ നമ്മളത് വിശകലനം ചെയ്യുന്നു. അങ്ങനെ അറ്റ് എ ടൈം എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു മാധ്യമം, ഉപാധി ആണ് സംഗീതം. മ്യൂസിക് സ്റ്റിമുലേറ്റ്സ് നോട്ട് ഓൺലി ദി ബ്രെയിൻ ആൻഡ് ബ്ലഡ് ഫ്ലോ. ബ്രെയിനെ, ബ്ലഡ് ഫ്ലോയെ മാത്രമല്ല അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, പിന്നെ പ്ലേറ്റോ പറഞ്ഞ പോലെ എന്തൊക്കെയാണ്, മൈൻഡിനെ,
നമ്മുടെ ശരീരത്തെ, സെൻസസ് ആൻഡ് ഓൾ ദി അതർ ഹ്യൂമൻ ഫാക്കൽറ്റീസ്. ബ്രെയിനെ ബ്ലഡ് ഫ്ലോയെ മാത്രമല്ല മ്യൂസിക് സ്റ്റിമുലേറ്റ്സ് not only the brain and blood flow, but also the mind, body, senses. നമ്മുടെ സെൻസസിനെ അല്ലേ സ്വാധീനിക്കുന്നുണ്ട്. ആൻഡ് ഓൾ ദി അതർ ഹ്യൂമൻ ഫാക്കൽറ്റീസ്, മനുഷ്യൻ്റെ എല്ലാ ഫാക്കൽറ്റികളെയും സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം റെഡ്യൂസസ് ആൻസൈറ്റി, BP കുറയ്ക്കുന്നു, പിന്നെ പെയിൻ കുറയ്ക്കുന്നു, നേരത്തെ മാഡം പറഞ്ഞ പോലെ ഇംപ്രൂവ്സ് സ്ലീപ്പ്, എൻഹാൻസസ് മൂഡ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ദെൻ ബ്രിങ് മെൻ്റൽ അലേർട്ട്നെസ് ആൻഡ് മെമ്മറി. മെൻ്റൽ അലേർട്ട്നെസ്സിനും മെമ്മറിക്കും സഹായിക്കുന്നു. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഒരു മ്യൂസിക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ മ്യൂസിക് ഈസ് ആൻ എഫക്റ്റീവ് ആൻറ്റിഡോട്ട് ടു ദി നെഗറ്റീവ് ഫീലിങ്സ് എന്ന് പറഞ്ഞു അല്ലേ. നെഗറ്റീവ് ഫീലിങ്സിനൊരു മറുമരുന്നാണ്. നെഗറ്റീവ് ഫീലിങ്സ് നമുക്കൊക്കെ വരാറുണ്ട്, അത് മനുഷ്യ സഹജമാണ്. അങ്ങനെ വരുമ്പോൾ അതിനൊരു ആൻറ്റിഡോട്ടാണ് അല്ലെങ്കിൽ മറുമരുന്നാണ് സംഗീതം, അല്ലെങ്കിൽ അങ്ങനെ മറുമരുന്നായിട്ട് നമുക്ക് സംഗീതത്തെ ഉപയോഗിക്കാം. അപ്പം ജസ്റ്റ് പാട്ട് കേൾക്കുന്നത് തന്നെ നമ്മുടെ ഫേവറേറ്റ് സോങ്സ് ആയിരിക്കണം അല്ലേ. നമ്മുടെ പ്ലേ ലിസ്റ്റിൽപ്പെട്ട ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മളെ അത് ഉയർത്തുന്നുണ്ട്, ലിഫ്റ്റ്, നമ്മുടെ മൂഡ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇമാജിനേഷൻ പറഞ്ഞു, തിങ്കിങ് അല്ലേ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, കാഴ്ചപ്പാട് മാറ്റും, വിശാലമാക്കുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടാക്കുന്നു, നമ്മളെ പ്ലീസിങ് ആക്കുന്നു, പ്ലീസിങ് ആയിട്ട് പെരുമാറാൻ സഹായിക്കും. ഓക്കെ, അബ്നോർമാലിറ്റി കൊണ്ടുവന്നതിന് പകരം ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ്, പെർഫെക്ഷൻ കൊണ്ടുവരും അല്ലേ, നല്ലൊരു മൂഡ് ക്രിയേറ്റ്. ഓൾ ദീസ് ബൂസ്റ്റപ്പ് അവർ കോൺഫിഡൻസ്, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഒരു കൂട്ടത്തിൽ ഫിൻലാൻഡിലെ കാര്യം പറഞ്ഞു. ഫിൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം, അതറിയാമല്ലോ അല്ലേ. അവിടെയുള്ള പ്രത്യേകത, നമ്മളിവിടെ 2 വയസ്സാകുമ്പോൾ 2.5 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികളെ കൊണ്ട് ABCD 1 2 3 എല്ലാം പഠിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ അവിടെ 6 വയസ്സ് വരെ അല്ലെങ്കിൽ 7 വയസ്സ് വരെ അവരെ സംഗീതമാണ് പഠിപ്പിക്കുക. അവരേറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ആ കുട്ടി ഒരു ഇൻസ്ട്രുമെൻ്റെങ്കിലും പഠിച്ചിരിക്കണമെന്നുള്ളതാണ് അവർ നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഫിൻലാൻഡിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് സംഗീത അധിഷ്ഠിതമായ പഠന രീതി ഉപയോഗിച്ചാണ്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ സംഗീതോപകരണം വായിക്കാൻ അവരെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ലിറിക്സ് ഇല്ലാതെ തന്നെ അവർ മ്യൂസിക്കിൻ്റെ ഒരു ഭാഷ പഠിക്കുന്നത് കൊണ്ട് അവർക്ക് മറ്റ് വിദേശ ഭാഷകൾ പഠിക്കാൻ എളുപ്പമാണെന്നുള്ളതാണ് അവിടെ ഒരു പ്രത്യേകത അല്ലേ. മാതൃഭാഷ അങ്ങനെ അർത്ഥമറിഞ്ഞല്ല അവർ പഠിക്കുന്നത്, പിന്നെ മ്യൂസിക് പഠിക്കുന്നത് അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മറ്റു ഭാഷകൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഫോർമൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് മ്യൂസിക് പഠിക്കുന്നതുകൊണ്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ സംഗീതത്തിൻ്റെ സാധ്യത അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കുട്ടിപ്പാട്ടുകളൊക്കെ നമ്മൾ കേട്ടില്ല, ഇപ്പോൾ നമ്മുടെ TV-യിലൊക്കെ ഇഷ്ടം പോലെ അങ്ങനെയുള്ള കഥകളോടുകൂടിയ കുട്ടിപ്പാട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, ബ്രെയിൻ ആക്ടിവിറ്റി കൂടുന്നുണ്ട്. അപ്പം ശ്രദ്ധയും അല്ലാതെ ഉൾക്കൊള്ളാനുള്ള കഴിവുമൊക്കെ സംഗീതം പഠിക്കുന്നതിലൂടെയും അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതിലൂടെയും ഒക്കെ അവർക്ക് നേടാൻ സഹായിക്കും. അപ്പോൾ അവരെ അവിടെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നില്ല, മ്യൂസിക്കിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ പേടി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല, സെൽഫ് കോൺഫിഡൻസ് അവർക്കുണ്ടാകും. ഓരോരോ കാര്യങ്ങൾ അവർക്ക് സ്വയം ചെയ്യാനായിട്ട് സാധിക്കും. സെൽഫ് ഡിപ്പെൻഡൻസി ഉണ്ടാകും. സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ഡിപ്പെൻഡൻസി ഇതെല്ലാം അവർ ആർജിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ രാജ്യം ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും വലുതായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, അറിയുന്നതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നുമില്ല സംഗീതത്തെക്കുറിച്ച്. അപ്പോൾ അതുപോലെ തന്നെ സോഷ്യൽ സ്കിൽസ് കൂടുന്നുണ്ട്, ലീഡിങ് ടു ബെറ്റർ സെൽഫ് എസ്റ്റീം എന്ന് നമ്മൾ പറഞ്ഞു. സ്കിൽസ് വർദ്ധിപ്പിക്കുന്നുണ്ട്, സോഷ്യൽ സ്കിൽസ്, സമൂഹത്തിൽ പെരുമാറാൻ, മറ്റുള്ളവരെ മാനിക്കാൻ, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ, അവരുടെ ഇടം കൊടുക്കാൻ, ഇതെല്ലാം അവരോട് ഷെയർ ചെയ്യാൻ, അവരെ കൂട്ടുകൂടാൻ, ചേർത്ത് നിർത്താൻ, ഇതൊക്കെ സോഷ്യൽ സ്കിൽസാണ്. അത് മ്യൂസിക് പഠിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മ്യൂസിക് ഉപകരണം പഠിക്കുന്നതുകൊണ്ട് ഒറ്റയ്ക്കായാലും ഗ്രൂപ്പിലായാൽ ഒരു ഗ്രൂപ്പ് വർക്കിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. അപ്പോൾ അതെല്ലാം
ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ ശരിവെക്കുന്നു. മിംഗ്ലിംഗ് വിത്ത് അതേഴ്സ് അല്ലെ, പലർക്കും ബുദ്ധിമുട്ടാണ്. നമ്മളെ സംബന്ധിച്ച് ഒരാളെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മളെ എന്തെങ്കിലും വഹിച്ചു കളയോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് ചിരിക്കാതിരിക്കാൻ നോക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമുക്ക് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. ഒരു പുഞ്ചിരി കൊടുത്താൽ അതൊരു കണ്ടേജിയസ് ആണെന്ന് പറയും. ആ ചിരി പടർന്ന് പറന്ന് പോകും. പക്ഷേ അതിൽ നിന്നൊക്കെ കേരളത്തിലെ മനുഷ്യർ കുറച്ച് പിന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കുന്നതിനും നമുക്ക് ഈ സംഗീതം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചിരി മായുന്ന ആ ഒരു സാഹചര്യം നമുക്ക് മാറ്റിയെടുക്കണം. എന്ത് കിട്ടാനാന്നുള്ളൊരു ചിന്തയിലാണ്. ചിരിച്ചിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് നഷ്ടം വരുമോ അല്ലെങ്കിൽ അവനെന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ നിന്നും അതിൻ്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു പോകാതെ നോക്കാൻ ഈ സംഗീതം പഠിക്കുന്ന കൂട്ടർക്കെങ്കിലും സാധിക്കണം. അതുവഴി സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ നമുക്കറിയാം, ഓൾ ദീസ് ഹെൽപ്പ് ഇൻ എൻഹാൻസിങ് യുവർ സെൽഫ് എസ്റ്റീം ആൻഡ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയുടെ പല ആസ്പെക്ട്സ് വളർത്തുവാൻ, ഡെവലപ്പ് ചെയ്യാൻ സംഗീതം സഹായിക്കുന്നു. സംഗീത പഠനം, പ്ലേയിങ് ഇൻസ്ട്രുമെന്റ്, ഇതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കണം. പേഴ്സണാലിറ്റിയുടെ പ്രധാന ഘടകങ്ങളായ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ഡിപ്പെൻഡൻസ്, ഇതൊക്കെ വളർത്തുവാനായിട്ട് സംഗീത പഠനത്തിലൂടെ സാധിക്കും. അത് നമുക്ക് ആവുന്നത്ര പ്രൊമോട്ട് ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പ്രായവും അതൊന്നും ഒരു ഘടകമല്ല. പ്രത്യേകിച്ച് കുട്ടികളുള്ളവർ, നിങ്ങൾ കുട്ടികളുടെ സംഗീത ഉപകരണം, ഒരു ഉപകരണമെങ്കിലും പഠിക്കാനും ഒക്കെയുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്. മ്യൂസിക് തെറാപ്പിയുടെ അല്ലെങ്കിൽ പാട്ട് വിശേഷത്തിൻ്റെ ആദ്യത്തെ സെഗ്മെന്റ് അവസാനിക്കുന്നു. ഓവർ ടു സാബു സാർ. താങ്ക് യു. സാബു സാർ അല്ലെങ്കിൽ ഷാബു സാർ ഏറ്റെടുത്തോളൂ. സാബു സാർ ദുബായിൽ എങ്ങനെ പതുക്കെ കേൾക്കുള്ളായിരിക്കും. കേട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സമയം ഷാബു സാറിന് തുടങ്ങാം. സാറ് മ്യൂട്ടാണ്. അപ്പോൾ അവിടെ ആയതുകൊണ്ട് നമുക്ക് സാറ് പറഞ്ഞോളൂ, ഞാനത് നോക്കിയിട്ടില്ല. അദ്ദേഹം ഒരു അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഒരു പ്രതിഭയാണ്. നമ്മുടെ ഏറ്റവും വയലാർ രാമവർമ്മ, അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി, ഇവരൊക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ്, അവരുടെ ജീവിതത്തിന്റെ ഒരേ കാലഘട്ടത്തിലാണ് കാലയവരി പറഞ്ഞു പോയി. എന്താ പറയുക, ഗിരീഷ് പുത്തഞ്ചേരി ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. 1959 സെപ്റ്റംബർ മാസത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പുത്തഞ്ചേരി ഗവൺമെന്റ് സ്കൂളിലും അതുപോലെ തന്നെ കോഴിക്കോട് ആർട്സ് കോളേജിലൊക്കെ ആയിട്ട് പഠനത്തിന് ശേഷം ആകാശവാണിയിൽ ലളിതഗാനം എഴുതിക്കൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ഗാനങ്ങൾ, ലളിത ഗാനങ്ങൾ അദ്ദേഹം ആകാശവാണിയിൽ എഴുതി. പക്ഷെ എത്രയൊന്നും പ്രസിദ്ധമായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആരോ കമഴ്ത്തി വെച്ചൊരു ഉട്ടുരുളി പോലെ എന്ന് പറഞ്ഞ് പ്രസിദ്ധമായിട്ടുള്ള ഒരു ലളിത ഗാനം, പ്രസിദ്ധമായിട്ടുള്ള ഗാനമാണ്. പിന്നെ അദ്ദേഹം അവിടെ മലബാറിൽ തന്നെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ, സിനിമയെ സ്നേഹിക്കുന്ന രഞ്ജിത്ത് പോലെ, സംവിധായകൻ രഞ്ജിത്ത്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കുട്ടികളിലൊക്കെ ആയിട്ടുള്ള ഒരു സംഘമൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. രാജുവേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു തറവാടൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ സംഗീതത്തെ സ്നേഹിക്കുന്നവർ വന്നിട്ട് സംഗീത സമാഗമം, പാട്ട് പാടല്, കവിത പാടല്, ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ധാരാളം സർ ഇത്തിരിയും കൂടെ ഉറക്കെ ഒന്ന് പറയണേ, ഫീബിൾ ആകുന്നു. സൗണ്ട് കൂട്ടി ഞാൻ പറയണേ സർ. അല്ലെ മൈക്ക് എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ ഇച്ചിരി ലൗഡ് ആക്കണം. താങ്ക് യു ഡോക്ടർ. കുഴപ്പമുണ്ടോ? അല്ല, ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണ് അല്ലേ? അപ്പൊ ഒരുപാട് നമ്മൾ ഇന്ന് പാടി നടക്കുന്ന പാട്ടുകളിൽ പലതും ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയതാണെന്ന്. ഹിറ്റ് ഗാനങ്ങൾ ഏകദേശം 2 പതിറ്റാണ്ടോളം കാലം നമ്മളെയൊക്കെ സംഗീതത്തിന്റെ അല്ലെങ്കിൽ ഗാനങ്ങളുടെ മാസ്മരികതയിൽ മലയാളികൾക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള
ഗാനങ്ങൾ, മധുരമായിട്ടുള്ള ഗാനങ്ങൾ, അർത്ഥവത്തായിട്ടുള്ള പ്രണയത്തിലും അതുപോലെ തന്നെ എല്ലാ മലയാളികളുടെ വികാരങ്ങളിലും ഗിരീഷേട്ടൻ നമ്മളൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നും ഏറ്റവും പ്രധാനമായിട്ട് പറയാനുണ്ട്. 7 തവണ സംസ്ഥാന പുരസ്കാരം, മികച്ച രചനയ്ക്കുള്ള പുരസ്കാരം 7 തവണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നിലാവിന്റെ ഉള്ള 1995 അഗ്നിദേവൻ എന്നുള്ളൊരു സിനിമയിലാണ് ആ ഗാനം ഇറങ്ങിയത്. അതിനുശേഷം നമ്മൾക്കൊക്കെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള പിന്നെയും പിന്നെയും, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് 1997 അതിന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. അടുത്ത അവാർഡ് പുനരധിവാസം എന്നുള്ളൊരു ചിത്രത്തില് 1999 ഇറങ്ങിയ കനകമുന്തിരികൾ എന്ന് പറയുന്ന ഒരു പാട്ടിന്, അതുപോലെ തന്നെ രാവണപ്രഭു 2001 നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടായിരുന്നു ആകാശദീപങ്ങൾ, സാക്ഷി, ആ ഒരു ഗാനം. അതുപോലെ തന്നെ കാർമുകിൽ വർണ്ണന്റെ എന്നുള്ള നന്ദനത്തിലെ പ്രശസ്തമായിട്ടുള്ള ഗാനം 2002 ഇറങ്ങിയത്. അതുപോലെ തന്നെ ഗൗരി ശങ്കരം എന്നുള്ള ഒരു സിനിമയിലെ 2003 ഇറങ്ങിയ ഉറങ്ങാതെ രാവ് ഉറങ്ങില്ല എന്ന് പറഞ്ഞ മനോഹരമായിട്ടൊരു ഗാനം. അതുപോലെ തന്നെ കഥാവിശേഷൻ എന്നുള്ള 2004 ഇറങ്ങിയ കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എന്നുള്ള സിനിമയിലെ ഗാനങ്ങൾ. ഇതിനൊക്കെയാണ് അദ്ദേഹത്തിന് 7 തവണ സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുള്ളത്. ONVക്ക് 13 പ്രാവശ്യം സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഗാനരചനയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിക്കാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ, അതായത് എല്ലാ സംഗീത സംവിധായകരുടെയും കൂടെയും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിദ്യാസാഗർ, അതുപോലെ തന്നെ രവീന്ദ്രൻ മാസ്റ്ററായിട്ട് ഒട്ടനേക ഹിറ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മനസ്സിൻ മണിച്ചിമിഴിൽ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഗാനം, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്, ദയാലോ രാമ, മനസ്സിൻ മണിച്ചിമിഴി, ഹരിമുരളീരവം, പാടി തൊടിയിലേതോ, മൗലിയിൽ മയിൽപീലി ചാർത്തി, കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ, ഗോപികെ, മനസ്സിൽ മിഥുനമഴ, എന്തേ മുല്ലപ്പൂക്കാത്ത, അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ. പക്ഷെ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രശ്നം എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നല്ലേ, ഒരു ഗാനരചയിതാവും സംഗീതവുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ആരെങ്കിലും ഒന്ന് പറയൂ. ഇവർ ഒരു സംഗീത സംവിധായകനും എഴുത്തുകാരനും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്താണ്? യെസ് ഓഫ് കോഴ്സ്, വയലാർ ദേവരാജൻ അല്ലേ? അത് തന്നെയാണ് നമ്മുടെ മനസ്സിൽ. യെസ് പറഞ്ഞോളൂ. ഭാസ്കരൻ ബാബുരാജ്. ഭാസ്കരൻ ബാബുരാജ് കറക്റ്റ് ആണ്. അതൊരു കോംബോ ആയിരുന്നു. അതായത് പി ഭാസ്കറിന്റെ കൂടെ എപ്പോഴും ബാബുരാജാണ് വരുന്നത്. അതുപോലെ തന്നെ വയലാറിന്റെ കൂടെ എപ്പോഴും ദേവരാജൻ മാഷാണ് വരുന്നത്. അപ്പൊ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ വയലാറിന്റെ മകൻ ശരത്ചന്ദ്രദാസിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് വയലാറും അതുപോലെ തന്നെ ബാബുക്കും തമ്മിലൊരു കോമ്പിനേഷൻ ഇല്ലാതെ പോയത് എന്ന് ചോദിച്ചു. അദ്ദേഹം തമാശയ്ക്കാണെങ്കിൽ കൂടി പറഞ്ഞു, ഇവിടെയാണെങ്കിൽ വയലാർ ദേവരാജനാണെങ്കിൽ വയലാർ എന്ന് പറഞ്ഞ നല്ല രീതിയിൽ മദ്യപിക്കുന്ന ആളായിരുന്നു. ദേവരാജൻ മാഷ് അത് തൊടില്ല. അവിടെ അപ്പുറത്തും അങ്ങനെയായിരുന്നു. ബാബുരാജ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ സേവിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഭാസ്കര മാഷ് തൊടില്ല. അപ്പൊ ഇവർ രണ്ടുപേരും ചേർന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നേരെ മറിച്ച് വയലാറും ബാബുരാജും ആണ് ചേർന്നെന്നുണ്ടെങ്കിൽ അവിടെ സേവ മാത്രമേ നടക്കുകയുള്ളൂ, പാട്ടുകൾ ഉണ്ടാവില്ല. അദ്ദേഹം പറയുകയുണ്ടായി വളരെ രസകരമായിട്ട്. അപ്പൊ നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു. പക്ഷെ ബാബുക്ക അതുപോലെ തന്നെ പി ഭാസ്കര മാഷ്, അങ്ങനെ ഒത്തിരി കൂട്ടുകൾ. ശ്രീകുമാരൻ തമ്പി അർജുനൻ, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി, ഒരുപാട് ഹിറ്റ് പാട്ടുകൾ. നമ്മുടെ ചുനക്കര രാമൻകുട്ടി ശ്യാം, അവർ തമ്മിൽ ഒരുപാട് കൂട്ടുകെട്ടുണ്ടായിരുന്നു. ONV ജോൺസൺ, അവർ തമ്മിലൊരു ഭയങ്കര കൂട്ടുകെട്ടായിരുന്നു. ജോൺസൺ ONV ഒരുപാട് മെല്ലെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പാട്ടുകളുണ്ട്. അതിനുശേഷം പിന്നെ പ്രസിദ്ധമാവുന്ന ഒരു കൂട്ടുകെട്ടാണ് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ. അതെ വിദ്യാസാഗർ. വിദ്യാജിയുമായിട്ട് ഒരു പ്രത്യേക ബന്ധം തന്നെ ഉണ്ടായിരുന്നു ഗിരീഷ് പുത്തൻ. അവർ തമ്മിൽ ഭയങ്കര ഇതാണ്, എന്താ പറയാ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു അവർ തമ്മിൽ. അപ്പൊ വിദ്യാജിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി. വിദ്യാജിയുടെ ഒക്കെ ഏറ്റവും വലിയ നഷ്ടം എന്നാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മരണത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഞെട്ടലോടുകൂടി അല്ലാതെ ഓർക്കാൻ സാധിക്കില്ല. അത്രയും ഇഷ്ടമായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാജിക്ക്. അപ്പൊ അവരുടെ പാട്ടുകൾ അതുപോലെ തന്നെ ഒന്നിനൊന്ന് മെച്ചമിട്ട പാട്ടുകളായിരുന്നു. നമ്മളൊക്കെ എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ഗാനങ്ങളൊക്കെ അവർ ചെയ്തു. കിനാവിന്റെ പടി കടന്ന് പിന്നെയും എത്തുന്ന ഓർമ്മകളുമായി അങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മ ദിനം ഫെബ്രുവരി 10 അതിപ്പോ നമ്മൾ
ഇന്ന് ഇവിടെ ഈ ഫ്ലോറിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹ നമസ്കാരം. ദുബായിൽ നിന്നും സാബു സാർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് എടുത്തു പറയേണ്ടതാണ്. ദുബായിൽ പോയിട്ട് കൂടി കൃത്യസമയത്ത് ഈ ഒരു ഫ്ലോറിൽ നമ്മളെയൊക്കെ ഒരുമിപ്പിച്ച് കേൾക്കുന്നില്ലല്ലോ. മികച്ച മ്യൂട്ടാ. ഗാനങ്ങളിൽ ഈ പാട്ട് സാർ പറയാഞ്ഞ എന്താന്ന് ഞാൻ ആലോചിക്കായിരുന്നു. സമ്മറിൻ ബത്ലഹേമിലെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ പാട്ടാണ് ഒരു രാത്രി കൂടി. സാർ പോയോ? ഷാബു സാറെ കേൾക്കുന്നില്ലല്ലോ. ഫോൺ കോൾ വന്നാൻ തോന്നുന്നു. ആ, ഒരു രാത്രി കൂടി. സാറെ പാടിക്കോ. വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഷാവു സാറേ, നാളണഞ്ഞ മറുയാത്രയിൽ ഹൃദയം നിറഞ്ഞ പ്രിയ സ്വപ്നമേ മിഴികൾക്കു മുന്നിലിതളാർന്നു വിരിയാനൊരുങ്ങയോ പുലരാൻ തുടങ്ങൊരു രാത്രിയിൽ തനിയെ. ഷാവു സാർ വന്നിട്ടുണ്ടേ. ഷാവു സാറെ അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്തോളാം. സാറേ ഇവിടെ പവർ ഫെയിലിയർ ആയിരുന്നു, ഇതുവരെ വന്നിട്ടില്ല. കണ്ടിന്യൂ ആ. ചെയ്തോളൂ കേട്ടോ. എനിക്ക് കുറച്ച് സാർ ഈ പുലരാൻ തുടങ്ങും ഒരു രാത്രിയില് തനിയെ കിടന്ന് മിഴിവാർക്കവേ എന്നൊക്കെ കേൾക്കും. എന്തൊരു ഭംഗിയാണ് അല്ലേ? വലിയ ഹൃദയത്തിൽ അതെ. തൊടുന്ന ഹൃദയത്തിൽ തൊടുന്ന വാക്കുകൾ അല്ലേ? പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയെ കിടന്ന് മിഴിവാർക്കവേ ഒരു നേരത്തെ തന്നെ അലിവോടെ വന്ന് നെറുകയിൽ തലോടി മാഞ്ഞുവോ എന്നൊക്കെ എഴുതുന്ന എന്തൊരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു 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 എന്താ പറയാ ഒരു സ്പർശാണ് അല്ലേ? അത് വലിയ രാത്രി കണ്ണടച്ച് കിടന്ന് തീർച്ചയായും തീർച്ചയായും. രാത്രി കണ്ണടച്ച് കിടന്ന് ഈ വരികൾ കേൾക്കുക. അപ്പൊ ആ അതെ അതെ ശരിക്കും കടലിലേക്ക് തന്നെയോ അല്ല, പ്ലേറ്റോ പറഞ്ഞ പോലെ നമ്മളെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു. അതെ ആകാശ ഗമനം നടത്തിക്കൊണ്ട്. അതാണ് എനിക്ക് ആ ഡെഫിനിഷനോട് അത്ര പ്രിയം തോന്നുന്നതാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നാളലഞ്ഞ മറുയാത്രയിൽ ഹൃദയം തിരിഞ്ഞ പ്രിയ സ്വപ്നമേ മിഴികൾക്കു മുമ്പിലിതളാർന്നു നീ വിരിയാനൊരുങ്ങിയോ വിരിയാനൊരുങ്ങിയോ പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയെ കിടന്ന് മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്ന് നെറുകിൽ തലോടി മാഞ്ഞുവോ നെറുകിൽ തലോടി മാഞ്ഞുവോ ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ
അരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഓക്കെ സാർ, പാടിക്കോളൂ. ആരാണല്ലോ പാടുന്ന? 2 വരി 4 വരി? ഒരു രാത്രി കൂടി വിടവേ ഒരു പാട്ടുമൂളി പാടിക്കോളൂ. അടുത്തത് ജോസഫ് ജോൺ സാർ, പാടിക്കോളൂ. മനോഹരമായിട്ടുള്ള ഒരു പാട്ടല്ലേ? ഈ പാട്ട് മൂളാത്തവരായിട്ട് ആരുണ്ടാവുക? ബീനാമാൻ കൊണ്ടല്ലോ, ബീനാമാൻ. യെസ് യെസ്, പാടിക്കോളൂ പാടിക്കോളൂ. ജ്യോതികുമാർ സാർ, രാജു സാർ, ആരെങ്കിലുമൊക്കെ പാടും. കേൾക്കുന്നില്ലേ? അതോ ആരും ഓഡിബിൾ അല്ലേ? ഞാൻ ഓഡിബിൾ അല്ലേ? അതെ അതെ, സാറോടുകളാണ്. ആ, പിന്നെന്താ ആരും പാടാത്തത്? ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ടിട്ട് രണ്ടുപേരും പാടാത്തത് എങ്ങനെയാ? രണ്ടുപേരും ഞാൻ പാടാം. 2 വരി. ഒരു Okay. രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടും വെയിൽ വീഴവേ പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ബീനാമാൻ ആരുണ്ടോ? ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. താങ്ക് യു. ഓക്കെ, അടുത്ത പാട്ട് എടുക്കാം. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്ന് നെറുകിൽ തലോടി മാഞ്ഞു, നെറുകിൽ തലോടി മാഞ്ഞു. ഓക്കെ, താങ്ക് യു താങ്ക് യു. ഒന്ന് പാടി നോക്കാൻ പറ്റിയില്ല. ഓക്കെ സാർ, അടുത്ത ഇടാം. എല്ലാവർക്കും 2 വരി പാടാൻ പറ്റുന്നതാണ്. അതെ അതെ. പിന്നെയും പിന്നെയും പാട്ടുകളൊക്കെ നമ്മൾ ഹോണ്ട് ചെയ്ത പാട്ടുകളല്ലേ? അല്ലേ? അതെ അതെ അതെ. പിന്നെയും പിന്നെയും എന്നൊക്കെ പറയും. അതിലൊരു വരികൾ നോക്കൂ. ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാവാം. എത്ര മനോഹരമാണല്ലേ? ആ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നല്ലേ? ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം. എത്ര മനോഹരമാണ് ഈ പാട്ടിന്. സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. കൃഷ്ണന്തിയിൽ ഒരു പ്രണയകാലത്ത് മനോഹരമായിട്ട്. അപ്പൊ ഈ പാട്ടിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഗിരീഷ് പുത്തഞ്ചേരി ആദ്യം മനോഹരമായിട്ടുള്ള ഒരു പാട്ട് എഴുതി. വിദ്യാജിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം പാട്ട് എഴുതിയിട്ട് അതിന് സംഗീതം ചെയ്ത ഒരാളാണ്. അപ്പൊ ചില ഗാനങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. മറിച്ചും ചെയ്യുന്നുണ്ട്. ഈണം ഇട്ടിട്ട് പാട്ട് എഴുതും, അല്ലെങ്കിൽ പാട്ട് എഴുതിയിട്ട് ഈണം. അത് വളരെ കുറവാണെന്ന് മാത്രം. പല രീതികളാണ് ഇപ്പൊ. അപ്പൊ പാട്ട് തുടങ്ങിയ കാലത്ത് തന്നെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എന്താണ്, ഈണം ഇട്ടിട്ട് പാട്ട് എഴുതുന്നതാണോ അല്ലെങ്കിൽ പാട്ട് എഴുതിയിട്ട് ഈണം ഇടുന്നതാണോ നല്ലത്? ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് കൂടുതൽ. പക്ഷെ ഓരോ കാര്യം ഈണം ഇട്ടിട്ട് പാട്ട് എഴുതുമ്പോൾ അത് കവികൾക്ക് ഒരുപാട് ഒരുപാട്
സർ സൗണ്ട് പോയി. കേൾക്കുന്നില്ലല്ലോ. നാലുപേരും ഒന്ന് പാടൂ. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വരം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വരം. പിന്നെയും പിന്നെയും ആരോ നിലാവ പൊൻവേണൂരുന്ന മൃദുമന്ത്രം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്നവൻ. രണ്ടുപേര് പാടൂ. ഈ വരികള് ONV സാറിന്റെ രചനയെ അനുസ്മരിപ്പിക്കുന്നു. അത്രയ്ക്ക് കവിതാത്മകമാണ്. അല്ലേ? ONV സാറിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂ കൊടുത്ത അദ്ദേഹം ഒരു ശാന്തസമുദ്രം ഉണ്ടാക്കും എന്ന് പറയുന്നത്. അതെ. അത്രയും മനോഹരമായിട്ട് അതിനെ വർണ്ണിച്ച് ചാലിച്ച് പല വർണ്ണങ്ങളും ബിംബങ്ങളൊക്കെ കൊടുത്ത് ഇവരൊക്കെ ഗിരീഷിന്റെ ഗുരുക്കന്മാരാണ് അവര്. ഗിരീഷ് ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഈണം കിട്ടിക്കഴിഞ്ഞാൽ ഗിരീഷിന്റെ ഒരു ധ്യാനത്തിന് ഇരിപ്പാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ഈ ധ്യാനിച്ചിരിക്കുന്നത്? അപ്പൊ മറ്റൊരു ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നത്? ദൈവത്തിനൊക്കെ വിളിക്കുകയാണ്. അതെ, ദൈവങ്ങളാണ് എന്റെ മനസ്സിൽ. അവർ എന്താണ് ചെയ്തത്? പക്ഷെ എന്റെ ദൈവങ്ങൾ എന്ന് പറയുന്നത് വയലാർ, ONV, ശ്രീകുമാരൻ തമ്പി സാർ, അവരൊക്കെയാണ് എന്റെ ദൈവങ്ങൾ. എന്റെ വഴികാട്ടികൾ അവരായിരുന്നു. അവർ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെന്ത് ചെയ്യുമെന്ന് ഞാൻ ധ്യാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ധ്യാനത്തിൽ നിന്നാണ് എനിക്ക് വാക്കുകളും വരികളും കിട്ടുന്നത്. ഇത്രയേറെ പദസമ്പത്ത് അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാള് ഇവിടെ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള സംശയം. കാരണം ഒരു പാട്ട് പാടുവാൻ എടുക്കുന്ന സമയം പോലും അദ്ദേഹം ഈ ഗാനരചനയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളത് ഒരു അത്ഭുതം. 5-10 മിനിറ്റുകൾക്കുള്ളിൽ ഈ ഒരു പ്രക്രിയ നടത്തുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു മ്യൂസിഷ്യൻ വന്നിട്ട് ഒന്ന് ഒരു ആകാരത്തിലോ അല്ലെങ്കിൽ ജതിസ്വരങ്ങളിലോ, അല്ലെങ്കിൽ ചില മ്യൂസിഷ്യനൊക്കെ വന്നിട്ട്, ഇപ്പൊ സുരേഷ് പിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യൻ ഉണ്ട്. അദ്ദേഹം തമിഴ്നാട്ടിലാണ്, അദ്ദേഹത്തിന് മലയാളം ഒന്നും അറിയില്ല. അപ്പൊ അയാൾ വന്നിട്ട് ഈണം കൊടുക്കുന്നത് ഗിറ്റാറിലാണ്, ഇലക്ട്രിക് ഗിറ്റാറിലാണ് അദ്ദേഹം മീട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഇളയരാജ വന്നിട്ടുണ്ടെങ്കിൽ സൗണ്ടിങ്ങിലാണ്. ഇളയരാജ വന്നിട്ട് പറയുന്നത് അതപ്പോഴേക്കും ഗിരീഷ് എഴുതി. ആറ്റിരമ്പിലെ കൊമ്പിലെ തത്തമ്മേ കിളി തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെടിയോലവാലി. അങ്ങനെ എഴുതുക എന്ന് പറഞ്ഞൊരു നിസ്സാര കാര്യമില്ല. അത് ആ മീറ്ററിനനുസരിച്ചിട്ടായിരിക്കണം, അതിന്റെ ഡയറക്ടറിന് ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ ആ കഥാസന്ദർഭത്തിന് ഏറ്റവും ആപ്റ്റ് ആയിരിക്കണം, യോജിച്ചതായിരിക്കണം. ചില പാട്ടുകളൊക്കെ 2 വരികൾ കൊണ്ട് തന്നെ ആ കഥാസന്ദർഭത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ചില ഗാനങ്ങളൊക്കെ കമലിന്റെ എല്ലാം ചില ഗാനത്തില് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോഴും കടന്നു എന്നുള്ളൊരു പടത്തിലെയാണെന്ന് ഞാൻ പറയാം, പിന്നീട് പറയാം. അത് ഓർത്ത് കറക്റ്റ് ആയിട്ട് ഓർമ്മ വന്നിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ടിലൊന്ന് പാടാം. പാടിക്കണം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. പുലർനില ചില്ലയിൽ കുളിരിടും മഞ്ഞിന്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാം. അലയുമീ തെന്നലൻ കരളിലെ തന്ത്രിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാം. മിഴികളിൽ കുറുകുന്ന പ്രണയമാ പ്രാവിന്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. താനേ തുറക്കുന്ന ജാലകച്ചില്ലിൽ നിൻ തെളിനിഴൽ ചിത്രം തെളിഞ്ഞതാവാം. പിന്നെയും പിന്നെയും
ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുകൂതുന്ന മൃദുമന്ത്രണം. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. വായിച്ചു പാടിക്കോളൂ. തരളമാം സന്ധ്യകൾ നറുമലർ തിങ്കളിൽ നെറുകയിൽ ചന്ദനം തൊട്ടതാവാ. കുയിലുകൾ പാടുന്ന തൊടിയിലെ തുമ്പികൾ കുസൃതിയാൽ മൂളിപ്പറന്നതാവാ. അണിനിലാത്തിരിയിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നി തുടച്ചതാവാം. ആരും കൊതിക്കുന്നൊരാൾ വന്ന് ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാ. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും നീലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. അടിക്കോളൂ. വരികൾ ഒന്ന് ഷെയർ ചെയ്യൂ. കാണുന്നില്ല. പാടിക്കോളൂ. സർ, അടുത്ത പാട്ടുകളിലേക്ക് പോയാലേ കുറെ കൂടെ മധുരഗാനങ്ങൾ കേൾക്കാമല്ലോ. 2 പാട്ടേ ആയുള്ളൂ. അത് ചെല്ലാം, നമുക്ക് പാടാൻ അല്ല പാടിക്കോട്ടെ. നമുക്കിനി 2-3 എപ്പിസോഡ് വേണ്ടിവരും ഗിരീഷിന്റെ. കാരണം അത്രയും പാട്ടുകളല്ലേ, മനോഹരമായിട്ടുള്ള പാട്ടുകൾ. ഏത് പാട്ടാ ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. പെട്ടെന്ന് പെട്ടെന്ന് പാടിക്കോളൂ. ഓക്കെ, ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ പാടില്ലെങ്കിൽ അടുത്തതാ. ഇന്നലെ എന്റെ നെഞ്ചിലെ ആ പാട്ടിടും സാർ. അത് എടുത്തിട്ടില്ല സാർ. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുകൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. നിങ്ങൾ പാടുമ്പോ ശരിക്കും അതാ ഇതൊന്ന് ഓൺ ചെയ്ത്, ക്യാമറ ഒന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങൾ പാടും. നിങ്ങൾക്ക് ഒരുപാട് നമ്മുടെ ജോസഫ് ജോൺ സാർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, പാടുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത്. ഒരു സെൽഫ് എസ്റ്റീം കിട്ടും, നമുക്ക് കോൺഫിഡന്റ് കിട്ടും. സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും അതിനെ പറ്റി. ഇവരെന്താ ക്യാമറ ഓൺ ചെയ്യാതെ? ശരി സർ. നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ടാവും തുറന്ന് പാടുമ്പോൾ. നമുക്ക് പല അവസരങ്ങളിൽ പാടാനായിട്ട് ഒരു കോൺഫിഡന്റ് ഉണ്ട്, ഒരു സെൽഫ് എസ്റ്റീം ആണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പാടാം. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് സാബു സാറ് നമുക്ക് തുറന്നു തരുന്നത് കേട്ടോ. താങ്ക് യു സർ. പറയാറുണ്ടല്ലോ, പാട്ട് പാടുക എന്ന് പറയുന്നത് തന്നെ ഒരു തെറാപ്പിയാണ്. തെറാപ്യൂട്ടിക് എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മധുമന്ത്രണം. ഓക്കെ,
ആരെങ്കിലും പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. താങ്ക് യു. ആ പാട്ട് ഉണ്ടോ സാറ്? ഇന്നലെ എടുത്തിട്ടില്ലേ ആ പാട്ട്? ഇന്നലെ എന്റെ നെഞ്ചിലെ ഇന്നലെ അത് എടുത്തിട്ടില്ല സാർ, അത് എടുത്തില്ല. കുഴപ്പമില്ല. അത് ഗിരീഷിന്റെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കത്തുന്ന കനലുകൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം കോഴിക്കോട് ആർട്സ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ പെട്ടെന്ന് വീട്ടിൽ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞ് ഗിരീഷിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ഗിരീഷ് വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ അന്ത്യശ്വാസവും നിലച്ചിരുന്നു എന്ന് വേണം കരുതാനേ. അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു അച്ഛനെ വേർപിരിഞ്ഞ ഒരു അവസ്ഥ, അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ അന്നൊരു തുലാമാസ സന്ധ്യ ആയിരുന്നു എന്നാണ് ഗിരീഷ് പറയുന്നത്. അപ്പൊ ആ തുലാമാസ സന്ധ്യയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഉച്ചതിരിഞ്ഞുള്ള പോരാത്ത കനത്ത മഴ, ആ മഴയ്ക്ക് ശേഷം രാത്രി അടുത്ത ഒരു പെയ്യലിന് മുൻപുള്ള ചെറിയ ഒരു ഇടവേള, അദ്ദേഹത്തിന്റെ മനസ്സങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ആ ഇടവേളയിലെ ചെറിയൊരു ശാന്തതയുണ്ട്. ആ സമയത്ത് നമ്മുടെ സന്ധ്യയ്ക്ക് അപ്പോൾ ആകാശത്തിലൊക്കെ നല്ല ചെച്ചുവപ്പായിരിക്കും. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. ഒരിക്കൽ VM വിനുവിന്റെ ഒരു ബാലേട്ടൻ എന്ന് പറഞ്ഞുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി ഗിരീഷിനെ പെട്ടെന്ന് വിളിക്കുകയായിരുന്നു. അദ്ദേഹം വിനു വിളിക്കുകയാണ്, ഒരു ഗാനമുണ്ട്, പെട്ടെന്ന് വരണം, വേറെ ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പൊ അങ്ങനെ സ്റ്റുഡിയോയിൽ ചെന്നപ്പോ അവിടെ M ജയചന്ദ്രനുണ്ട്, ഗായിക ചിത്രയുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ അച്ഛന്റെ മരണം ആണ് വിഷയം, അതിനനുസരിച്ചാണ് ഒരു ഗാനം എഴുതേണ്ടത്. അപ്പൊ ഗിരീഷിന്റെ മനസ്സിലേക്ക് ആ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ തുലാമാസ സന്ധ്യയിൽ അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയ ആ സ്മരണകളാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വന്നത്. അദ്ദേഹം പേനയെടുത്ത് എഴുതിയില്ല, അദ്ദേഹം പാട്ട് പറഞ്ഞാണ് കൊടുത്തത്. ചിത്രയ്ക്ക് പാട്ട് പറഞ്ഞു കൊടുത്തു, ചിത്രയാണ് പേനയെടുത്ത് അത് വരികളാൽ എഴുതി. അപ്പൊ അതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വീണ്ടും ഒരു എഫേർട്ട് ചെയ്യേണ്ടി വന്നില്ല. ആ ദുഃഖഭാരം എല്ലാം അതിന് ചാരിച്ചുകൊണ്ടാണ് ആ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് ബാലേട്ടൻ ആ പാട്ട് എഴുതി. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൽ കാവലിൽ നൂലിഴയാരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൽ കാവലിൽ നൂലിഴയാരും തുടച്ചില്ല. ചന്ദന പൊൻചിതയിൽ എന്നച്ഛനെരിയുമ്പോ പച്ചകത്താരോ തേങ്ങിപ്പറക്കും അമ്പലപ്രാവുകളോ, അമ്പലപ്രാവുകളോ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞ് മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. ഊരിരുൾക്കാവിന്റെ മുറ്റത്തെ മുല്ല പോൽ ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്കു നിന്നില്ലേ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞ് മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. ഊരിരുൾക്കാവിന്റെ മുറ്റത്തെ മുല്ല പോൽ ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്കു നിന്നില്ലേ. അദ്ദേഹത്തിന്റെ ജീവിതം, ആ അച്ഛൻ മരിച്ച ആ സന്ദർഭം തന്നെ അദ്ദേഹം മനസ്സിൽ ഓർത്തുകൊണ്ട് എഴുതിയതാണ്. ഈ ഒരു പാട്ട് ഇവിടെ പാടിയില്ലെങ്കിൽ ഗിരീഷിന്റെ അനുസ്മരണം ഒരിക്കലും പൂർത്തിയാവില്ല എന്നതുകൊണ്ടാണ് ഇതിലില്ലാതെ പോലും ഈ ഒരു പാട്ട് ആലപിച്ചത്. അടുത്ത ഗാനം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് സൂര്യകിരീടം. ദേവാസുരം എന്നുള്ള ഒരു ചിത്രത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള MG രാധാകൃഷ്ണൻ ഈണം കൊടുത്ത് MG ശ്രീകുമാർ ശരിക്കും മനസ്സറിഞ്ഞുകൊണ്ടാണ്, എത്ര മനോഹരമായിട്ടാണ് MG ഈ പാട്ട് പാടിയിരിക്കുന്നത്.
അതുപോലെ എത്ര മനോഹരമായിട്ടുള്ള ഒരു ഈണം, എത്ര മനോഹരമായിട്ടുള്ള വരികൾ. പാടിക്കോളൂ ജോസഫ് ജോൺ സാർ, തുടങ്ങിക്കോളൂ ഈ പാട്ട്. സാർ പോയോ? സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു, നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നുപോ, നാമജപാമൃതമന്ത്രം ചുണ്ടിൽ ക്ലാവു പിടിക്കും സന്ധ്യാനേരം, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. താങ്ക് യു. ബാക്കി പാടിക്കോളൂ ആരെങ്കിലും. താങ്ക് യു. പാടിക്കോളൂ മനോഹരമായിട്ടുള്ള ഗാനം. നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നുപോയി, നാമജപാമൃതമന്ത്രം ചുണ്ടിൽ ക്ലാവു പിടിക്കും സന്ധ്യാനേരം, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു, നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. താങ്ക് യു. അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം നീട്ടുമോ, അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം നീട്ടുമോ, ഇഹപരശാപം തീരാനം ഇനിയൊരു ജന്മം നീണ്ടുമോ, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു, നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. യെസ്, പാടിക്കോളൂ. ആരാ പാടാനുള്ള? പാടൂ. രണ്ടുപേരും ഞാൻ പാടാം. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, പടുതിരിയാ പ്രാണനിലേതോ
വീഴും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ നെഞ്ചിലെ തിരുസംഗിലെ തീർത്ഥമെല്ലാം വന്നുപോയി നെഞ്ചിലെ തിരുസംഗിലെ തീർത്ഥമെല്ലാം വന്നുപോയി നാമജപാമൃതമം സഞ്ജം യാവു പിടിക്കും സന്ധ്യാനേരം സൂര്യകിരീടം വീണുടഞ്ഞു തിരുവരങ്ങിൽ. ഓക്കെ, താങ്ക് യു. ഞാൻ പാടുന്നുണ്ടോ? അടുത്ത മാറ്റണോ? എന്നിട്ട് പാടൂ. ഇനിയിഷ്ടം പോലെ പാടാനുണ്ടല്ലോ. സുധോധനൻ ഡോക്ടർ പാടാനുണ്ട്. അടുത്തത് വയ്ക്കും. ആ, ഒരു മിനിറ്റ് ഞാൻ രണ്ടുപേരെ വിളിച്ചോളൂ. ജ്യോതിമാർ സാർ, അതുപോലെ തന്നെ റോഷിനി മാം പാടുന്നുണ്ടോ? ഞാൻ ശ്രമിക്കാം. എനിക്ക് അത്ര അറിഞ്ഞൂടാ. ഞാൻ ശ്രമിക്കാം സർ. എല്ലാവരും ശ്രമിക്കാം മേഡം. എല്ലാവരും ശ്രമിക്കാം. മേഡം പാടിക്കൊള്ളു. ധൈര്യമായിട്ട് പാടി. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു. നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. താങ്ക് യു. ഓക്കെ, ജോർജ് സാർ, വിൻസെന്റ് സാർ, ജ്യോതികുമാർ സാർ, റോഹിത് സാർ ഒക്കെ ഒന്ന് പാടൂ. രണ്ടുപേരും നമ്മൾ വീണല്ല, നമുക്ക് ആ പാട്ടിന്റെ ലൈനുകളൊന്ന് പാടാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയാൽ മതി. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. പടുതിരിയാളും പ്രാണയിലേതോ നിഴലുകളാടുന്നു. നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. വെരി ഗുഡ് സാർ, താങ്ക് യു. പാട്ടൊക്കെ പാടുമ്പോ ഇങ്ങനെ ഒരു ഹൃദയം ഒരു വിങ്ങല് വരുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ? സൂര്യകിരീടം വീണുടഞ്ഞു രാവിൽ തിരുവരങ്ങിൽ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൽ തിരുവരങ്ങിൽ. പടുതിരിയാൻ പ്രാണനിലേതോ നിഴലുകളാടുന്നു. നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൽ തിരുവരങ്ങിൽ. ഓക്കെ, ശരിക്കും രണ്ട് വരി ഇതിന് പാടുമ്പോഴാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയുടെ ആ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ ചുമ്മാ രണ്ട് ലൈൻ പാടി നോക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ പാടും. ഇതിനും ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഓപ്പണപ്പ് ചെയ്ത്. ഇനി ആരാ ഉള്ളത്? നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നുപോയി. നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നുപോയി. നാമജപാമൃതമന്ത്രം
സന്ധ്യാനേരം സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. താങ്ക് യു. മാഡം താങ്ക് യു. ഞാൻ പറഞ്ഞോട്ടോ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. പടുതിരിയാലും പ്രാണലിലേതോ നിഴലുകളാടുന്നു നീറും. പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നു പോയി. നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നു പോയി. നാമജപാമൃത മന്ത്രം ചുണ്ടിൽ. തീർന്നുപോയി സർ. ഓക്കെ, സാറേ അതെ എന്റെ ചാർജ് എല്ലാം തീർന്നു. അപ്പൊ ഇനി എനിക്ക് സ്ക്രീൻ ഇടാൻ പറ്റത്തില്ല. ഐ എം സോറി. താങ്ക് യു സോറി. ബാക്കി അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ സാറേ ഞാനൊന്ന് ഇറങ്ങുവാണേ, ഗസ്റ്റ് ഓക്കെ ഓക്കെ ശരി. ഇറങ്ങുവാണ്. ഗുഡ് നൈറ്റ്. ഞാനാ പാടാനുള്ള പാടിക്കോ. ലിറിക്സ് കാണാനില്ല. ലിറിക്സ് എന്തോ പ്രശ്നമുണ്ട്. ലിറിക്സ് വരില്ല എന്ന് പറഞ്ഞു. ഞാൻ തരാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുഴുവനായിട്ട് അറിയുന്ന ഏതെങ്കിലും ഒരു പാട്ട് പറയാമോ? മുഴുവൻ അറിഞ്ഞില്ലെങ്കിൽ ഒരു പല്ലവി അനുപല്ലവി ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒന്ന് പങ്കുവയ്ക്കാമോ ഏതാണെന്ന്? ഹലോ, കേൾക്കുന്നില്ലേ പറയുന്നത്? കേൾക്കുന്നില്ല? ഞാൻ ഓഡിബിൾ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു പാട്ട് മുഴുവൻ അറിഞ്ഞേ കുഴപ്പമില്ല, എന്നാലും ഒരു പല്ലവി അനുപല്ലവി അറിയുന്ന പാട്ടുകളൊന്ന് പറയാമോ ഏതാണെന്ന്? ഏത് പാട്ടായി? ആണോ? അല്ല അല്ല, ഏത് ആരുടെ ആയാലും കുഴപ്പമില്ല. ആരുടെ ആയാലും കുഴപ്പമില്ല. അല്ല, ഏതാണെന്ന് പറയൂ ആദ്യം. എൻ പൂവേ പൊൻപൂവേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇളയരാജയുടെ മ്യൂസിക്കിലുള്ള പാട്ടാണ് അല്ലേ? പാടിക്കോളൂ. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. പൂവസന്തം പൊന്നുപോഷും പുലർക്കിനാവിൻ തൂവലാലേ അമ്പിളിപ്പൊൻ മഞ്ചമൊന്നിൽ നിനക്കു മൂടാൻ പുതപ്പു നീയാൻ. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞോനേ. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവി
ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായു വായു വാവേ. നിൻ മനസ്സിൻ താളിനുള്ളിൽ മയിൽ കുറുന്നിൻ പീലിയാകാം. നീ വീഴും നോവിലെല്ലാം കുളിർനിലാവായി ഞാൻ വരാം. നിന്റെ പൂവഴികൾ നനയുകിൽ നിന്റെ കുഞ്ഞു മനമുരുകുകിൽ. നിന്റെ പൂവലിമ നനയുകിൽ നിന്റെ കുഞ്ഞു മനമുരുകുകിൽ. ആറ്റാനും മാറ്റാനും ഞാനില്ലേ. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായു വായു വാവി. ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായു വായു വാവേ. താങ്ക് യു മാഡം, വളരെ ഭംഗിയായിട്ട് പാടി. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നുള്ള സിനിമയിലെ സാറേ വിൻസെന്റ് സാറിനോട് ഒരു അവസരം കൊടുക്കൂ, ഈ പാട്ടൊന്ന് പാടിക്കോട്ടെ. കൊടുക്കാം, തീർച്ചയായിട്ടും കൊടുക്കാം. അപ്പൊ ഈ മേഡം പാടിയ പാട്ടിനെ കുറിച്ചൊന്ന് പറയാം. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നുള്ളൊരു സിനിമയിലായിരുന്നു ബിച്ചു തിരുമല എഴുതി ഇളയരാജ ഈണമിട്ട മനോഹരമായിട്ടൊരു പാട്ട്. അതിലെ 2 വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ സമയം വരെ. ആ വരികൾ എന്താണ് മേഡം പറയാമോ? നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ സമയം വരെ. മേഡം ഹലോ ഹലോ, നമസ്കാരം സർ. ആ വരികളൊന്ന് പറയൂ. നീ പിറന്ന സമയം മുതൽ. ഓർക്കുന്നില്ല അല്ലെ? വെരി ഗുഡ്. അതായത് നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ സമയം വരെ. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷം. ഇതിൽ പരം വരികൾ എന്താ എഴുതുക? 2 വരികളിൽ ജീവിതം തന്നെ പകർത്തി വെച്ചിരിക്കുകയാണ് ബിച്ചു തിരുമല എന്നുള്ളൊരു വലിയ ഗാനരചയിതാവ്. ഈ പാട്ട് പാടിയപ്പോ പെട്ടെന്ന് എനിക്ക് അതാ ഓർമ്മ വന്നത്. 2 വരിയിൽ ഒരു ജീവിതം മുഴുവൻ. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ സമയം വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആഹ്ലാദം, ആമോദം, അതൊക്കെയാണ് ഏറ്റവും വലുത് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് ഇതാ പറയുന്നത്. ആ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ആ സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നുള്ളൊരു സിനിമയിലാണ്. അപ്പൊ അത് ആ ഗാനരംഗവുമായിട്ട് അല്ലെങ്കിൽ സിനിമയുടെ മൊത്തം കഥയായിട്ട് വളരെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു വരികൾ. എന്തായാലും ഈ സമയത്ത് ഈ ഒരു വരി, മനോഹരമായിട്ടുള്ള ഈ വരി ഓർമ്മിച്ചതിന് മേഡത്തിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, ഇനി അടുത്ത ആരെ പാടിക്കോളൂ? ഈ പാട്ട് പാടിക്കോളൂ. വിൻസെന്റ് സാർ ആ പാടിക്കോളൂ. താങ്ക് യു. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു. നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അതുപോലെ ഇത്രയും മനോഹരമായിട്ടുള്ള സൂര്യകിരീടം വീണു, അതുപോലെ തന്നെ ഹരിമുരളീരവം, ഈ പാട്ടുകൾ എഴുതിയ ഗിരീഷ് പുത്തഞ്ചേരി തന്നെയാണ് പട്ടാളത്തിലെ ഡിങ്കിരി 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 പട്ടാളം എന്ന് എഴുതിയത്. മനസ്സിലായില്ലേ? അപ്പൊ ഓരോ സിനിമയ്ക്കും ആവശ്യമായിട്ടുള്ള പാട്ടുകൾ അനുസരിച്ച് എഴുതി. ഗിരീഷ് ഒരുപാട് പെന്നുകൾ കൊണ്ട് നടക്കും. അവന്റെ പോക്കറ്റിൽ ഒരുപാട് പെന്നുകൾ ഉണ്ടാവും, കയ്യിൽ ഡയറികൾ ഉണ്ടാവും. ജ്യോതികുമാർ പ്രീവിയസ് സൂര്യകിരീടം ഒന്ന് വെക്കുവോ? അതൊന്ന് പാടിക്കോട്ടെ. പ്രീവിയസ് ഒന്ന് ഇടുവോ? തൊട്ട മുമ്പിലത്തെ നേരത്തെ പാടിയ സൂര്യകിരീടം. ആ ഒന്ന് നോക്കട്ടെ, ഒരു ട്രയൽ. ഞാനേ ഒരു റിസപ്ഷനിൽ പോയിട്ട് ഇതാ ഓണാക്കി വെച്ചെങ്കിൽ ഇപ്പം വീട്ടിലെത്തി. അപ്പൊ ഓടി കയറിയതാ. പാടിക്കോളൂ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. സൂര്യകിരീടം
വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നുപോയി നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നുപോയി നാമജപാമര ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു നന്നായി പാടി ജോയ് സാർ, നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഗിരീഷ് പുത്തഞ്ചേരി ഗാനങ്ങൾ മാത്രമല്ല എഴുതിയത്, അദ്ദേഹം തിരക്കഥകളും രചിച്ചിട്ടുണ്ട്. 3 തിരക്കഥ രചിച്ചിട്ടുണ്ട് അദ്ദേഹം. മേലെപ്പറമ്പിൽ ആൺവീട്, അതുപോലെ തന്നെ വടക്കുന്നാഥൻ, പല്ലാവൂർ ദേവനാരായണൻ, ഈ ചിത്രത്തിലൊക്കെ അദ്ദേഹം മനോഹരമായിട്ടുള്ള തിരക്കഥകൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ കഥകൾ എഴുതിയിട്ടുണ്ട്. ഫിലോസഫിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോഴും അദ്ദേഹം പറയാറുണ്ട്. ഒരിക്കൽ ഈ വടക്കുന്നാഥൻ എന്നുള്ള ഒരു സിനിമയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആകാശത്ത് അപ്പൂപ്പൻ താടി പറന്ന് നടക്കുന്നത് കണ്ടിട്ടേ ഭൂമിക്ക് ഗുരുത്വാകർഷണം ഇല്ലായ്മയെന്ന് നിങ്ങൾ കരുതരുത്. ആകാശത്ത് അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടിട്ട് ഭൂമിക്ക് ഗുരുത്വാകർഷണം ഇല്ലെന്ന് കരുതരുത് വിശ്വനാഥ എന്നൊരു ഡയലോഗ് ഉണ്ട് അതിൽ. എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ അതിൽ ആ കഥാപാത്രം പറയുന്നതാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഗിരീഷ് എന്ന് പറയുന്നത് ഒരു അഖിലകാലവല്ലഭനായിരുന്നു. ഇത്രയും മനോഹരമായിട്ട് അദ്ദേഹം പാടിയിരുന്നു. പാട്ടുകളും മനോഹരമായിട്ട് പാടി, ഇണങ്ങൾ ചൊല്ലാൻ. അതായത് പഴയ കാലത്തെ പാട്ടുകൾ, രാഘവമാരുടെയും അത് ബാബുരാജിന്റെയും വയലാറിന്റെ ഒക്കെ പാട്ടുകൾ കേട്ട് അതൊക്കെ എടുത്ത് വീണ്ടും ചൊല്ലാനായിട്ട് ഒരുപാട് സന്തോഷമായിരുന്നു അദ്ദേഹം. ഓക്കെ, അടുത്ത പാട്ട് വെച്ചോളൂ. ഒരു എൻസൈക്ലോപീഡിയ ആയിരുന്നു ഗിരീഷ്. അടുത്ത പാട്ട് വെച്ചോളൂ സാബു സാർ. സർ, ടി.വിയില് ഗിരീഷ് പുത്തഞ്ചേരി അവതരിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം ഈ പാട്ടുകൾ അതിമനോഹരമായിട്ട് ആലപിക്കുകയും ചെയ്യുമായിരുന്നു. അത് നല്ല ഗായകനും കൂടെ ആയിരുന്നു, നല്ല ഗായകനായിരുന്നു അദ്ദേഹം. അപ്പൊ അതുകൊണ്ടാണ് ഈ വരികൾക്ക് നല്ലൊരു താളമുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ ഇതില്. ONVയുടെ കവിതകള് ഗാനങ്ങൾ മനോഹരമാണെങ്കിൽ ഈ താളബോധം ഇത്രയും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ താളമുണ്ടല്ലോ, അത് അങ്ങനെ ഒഴുകി ഒറ്റി പോകുന്ന രീതിയിലൊരു താളബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹം ഈണത്തിൽ പാട്ട് കവിത. അദ്ദേഹം ഒരു യേശുദാസാവൻ ഒരു ഗായകനാവണമെന്നായിരുന്നു. സാറേ, ഇനി ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലില്ല, ഷെയർ ചെയ്യാനേ പറ്റുന്നില്ല. നമുക്ക് അടുത്ത ആഴ്ച ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സാർ അത് 1-2 പാട്ടുകൂടെ പറഞ്ഞിട്ടങ്ങ് നിർത്തിക്കോ കേട്ടോ. സാറേ, ഞാൻ ഒരു പാട്ട് എന്റെ ഇതിലുള്ള അല്ലാത്തത് പാടട്ടെ. പാടിക്കോളൂ. ഷാബു സാറിനെ ഞാനേ കോസ്റ്റ് ആക്കുവാണ്, എന്റെ ചാർജ് തീരെ കുറവ്, ഹോസ്റ്റ് ആക്കുവാണേ. കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് പൊക്കോ കേട്ടോ. പാടട്ടെ സാറേ. ചന്ദ്രിക ചർച്ചിതമാം രാത്രിയോടോ ചമ്പകപ്പൂവന് കുളിരിനോടോ ഏതിനോടേതിനോടുപമിക്കും ഞാൻ ഏഴഴകുള്ളൊരു ലജ്ജയോടോ മന്മഥഗൃഹത്തിൽ മണിയറ തുറക്കും വെൺമണി ശ്ലോകത്തിനോടോ രഹസ്യാഭിലാഷങ്ങൾ മിഴികളാൽ അറിയിക്കും രവിവർമ്മ ചിത്രത്തിനോടോ നീ പറയൂ നീലാംബുജമിഴി നീ പറയൂ ചന്ദ്രിക ചർച്ചിതമം രാത്രിയോടോ ചമ്പകപ്പൂവൻ കുളിരിനോടോ സ്വപ്ന നൃത്തത്തിനു
വനികമാറ്റും അപ്സര കന്യകയോടോ മധുവിധുദാഹത്തിൻ മധുരാനുരാഗത്തിനോടോ നീ പറയൂ നീലാംബുജമിഴി നീ പറയൂ ചന്ദ്രിക ചർച്ചിതമം രാത്രിയോടോ. താങ്ക് യു സാർ. താങ്ക് യു. എന്താ പേര്? ശ്രീകുമാരി മേഡം അല്ലേ? എന്തായാലും 3 പേരെ അദ്ദേഹം ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. ബ്രഹ്മാനന്ദൻ എന്ന അനശ്വരനായിട്ടുള്ള ഗായകനെ, വയലാർ എന്ന എഴുത്തുകാരനെ, അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി എന്ന സംഗീത സംവിധായകനെ, ഇവരെല്ലാവരെയും മനസ്സിലേക്ക് കൊണ്ടുവന്ന ആ ഓർമ്മയ്ക്ക് ഒരു മുമ്പിൽ താങ്ക് യു വെരി മച്ച്. പുത്രകാമിഷ്ടി എന്നുള്ള ചിത്രത്തിലെ ഗാനമാണ് മേഡം പാടിയത്. വയലാർ എഴുതി, അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി ഈണം നൽകി, ബ്രഹ്മാനന്ദൻ അനശ്വരമാക്കിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. എന്തായാലും ഓർമ്മയിൽ നിന്നൊക്കെ മറഞ്ഞു പോയൊരു ഗാനമായിരുന്നു. എന്തായാലും കൊണ്ടുവന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മ ഇനിയും നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട്. കാരണം ഒരു എപ്പിസോഡ് കൊണ്ടോ 2 എപ്പിസോഡ് കൊണ്ടോ 3 എപ്പിസോഡ് കൊണ്ടോ 4 എപ്പിസോഡ് കൊണ്ടോ ഒന്നും തീരുന്നതല്ല. ഒരുപാട് ഒരു 10-15 എപ്പിസോഡൊക്കെ ഉണ്ടായാലാണ് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും കുറച്ച് ഗാനങ്ങളിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊള്ളും. 365 സിനിമയിലായി 1347 മധുര ഗാനങ്ങളാണ് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി, മലയാളികൾക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ളത്. ആ ഗാനങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട് അല്ലെ? നമ്മൾ ആ സൂര്യകിരീടമൊക്കെ അങ്ങനെ പാടുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ചെറിയൊരു വിങ്ങല് വരും, ഇല്ലേ? ശരിയല്ലേ അത് റോയ് സാറേ? അതൊക്കെ പാടുമ്പോ അല്ലെ? ഒരു ചെറിയ ഇനി ഒരുപാട് ഇല്ല. ഇനി പാട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിഞ്ഞു. സാബ് സാർ പോയി കഴിഞ്ഞു. എന്താ പറഞ്ഞത്? അല്ല, പാട്ട് അതാ PPT കൊടുത്തിട്ടുണ്ട്. കുറെ പാട്ടുകൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. ഇപ്പൊ തന്നെ ഇതിൽ തന്നെ മനോഹരമായിട്ടുള്ള മൗലിയിൽ പയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉണ്ട്. നമ്മളിപ്പോ പറയാൻ നിന്ന സമയമില്ല. എന്തായാലും എല്ലാവർക്കും സമയമായി. അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് പിരിയാം. അടുത്തത് നമുക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ മധുരമായിട്ടുള്ള പാട്ടുകളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും വരാം. നിങ്ങൾ എല്ലാവരും പാട്ടുകളൊക്കെ പഠിച്ച് ഒരു പാടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടി എല്ലാവരും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കലും മരണമില്ലാത്ത ഒരു കവിയാണ്. ഒരു വളരെ 50 വയസ്സാകുമ്പോഴേക്കും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. വയലാർ 49 വയസ്സിൽ ഗിരീഷ് പുത്തഞ്ചേരി പറയുമായിരുന്നു, വയലാർ ഇങ്ങനെ 49 വയസ്സിലാണ് മരിച്ചത്, ഞാനും 50 എത്തിക്കില്ല എന്നിങ്ങനെ കൂടെ പറയായിരുന്നു. പക്ഷെ ആ വാക്കുകളൊക്കെ അർത്ഥമായിരുന്നു എന്നുള്ളതാണ് സത്യം എന്നുള്ളത്. അപ്പൊ ഇനിയും ഒരു 10 വർഷം കൂടി നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മധുരമായിട്ടുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചേനെ. അതിനുള്ള ഭാഗ്യം മലയാളികളായ നമുക്ക് ഇല്ലാതെ പോയി. എന്തായാലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാത്രമേ ഇവിടെ നിന്ന് ഇല്ലാതാവുന്നുള്ളൂ. അദ്ദേഹം എഴുതി വെച്ച മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ മലയാളം ഉള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടാവും എന്നുള്ളൊരു ആശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ ഈ രാത്രി അവസാനിപ്പിക്കാം. പാട്ടുകൾ പാടിയ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹം. ലവ് യു. താങ്ക് യു. സർ, ഒരു മിനിറ്റ്. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. എന്റെ പേര് റോഷ്നി എന്നാണ്. ഞാൻ രമാവതി മാഡത്തിന്റെ മകളാണ്. അപ്പൊ അമ്മയാണ് എനിക്ക് ലിങ്ക് അയച്ചു തന്നത്. താങ്ക് യു. എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം. ഇത് നമ്മൾ കുടുംബ സംഗമൊക്കെ ആയിട്ട് ഇങ്ങനെ തീരണം അല്ലെ? സംഗീതം എന്ന് പറയുന്നത് അതിനൊരു തുടക്കവും അവസാനവും ഇല്ല. എപ്പോഴും ഇങ്ങനെ അനുസ്യൂതമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. മക്കളിൽ നിന്ന് മക്കളിലേക്ക്, ചെറുമക്കളിലേക്കും ഒക്കെ പടരട്ടെ നമ്മുടെ. സാറ് പറഞ്ഞ ആ ഇന്നലെ എന്നെ നെഞ്ചിലെ അതൊരു ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു സോങ്. ശരിക്കും അത് പാടുമ്പോ കരച്ചില് വരും. അതെ, തീർച്ചയായിട്ടും. ദൂരെ നിന്നും പിൻവിളി കൊണ്ട് തന്നെ ആരും വിളിച്ചില്ല. അതൊക്കെ ഇങ്ങനെ ശരിക്കും നമുക്ക് ഉള്ളിൽ തട്ടി പാടുന്ന ഒരു പാട്ടാ. താങ്ക് യു സർ. തീർച്ചയായിട്ടും. താങ്ക് യു മാഡം. താങ്ക് യു. അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം. നിങ്ങളുടെ പുതിയ അനുഭവങ്ങളും പുതിയ പാട്ടിന്റെ അനുഭവങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ചേരാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? റോയ് സാർ, ആരെങ്കിലും? ഞാൻ പാടിയത് കേട്ടില്ലേ? ശബ്ദം വന്നില്ലേ? ഉണ്ടല്ലോ മാഡം, നന്നായിട്ട് പാടി. ചന്ദ്രിക ചാർച്ചിതമാൻ രാത്രിയോടോ ബ്രഹ്മാനന്ദന്റെ മനോഹരമായിട്ടുള്ള പാട്ട് ഞങ്ങളെല്ലാവരും കേട്ടു, ആസ്വദിച്ചു.
ആ പഴയ താങ്ക് യു സാർ. കാലത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയി. താങ്ക് യു. അതെ. ചില പാട്ടുകൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് വരുന്നത് ഇങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഒരുപാട് പാട്ടുകൾ നമ്മൾ മറവിയുടെ മാറാലയ്ക്കുള്ളിലാണ്. അപ്പൊ എപ്പോഴെങ്കിലും ആരെങ്കിലും ഇങ്ങനെ പങ്കുവെക്കുമ്പോഴാണ് ഈ പാട്ട് വളരെ നല്ല പാട്ടാണ്. ബ്രഹ്മാനന്ദൻ എന്നുള്ളൊരു ഗായകനെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ആ പാട്ട് നല്ലൊരു ഗായകനായിരുന്നു. പക്ഷെ അദ്ദേഹവും പിന്നെ ആ കാലത്തിൽ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയി. ഒരുപാട് നല്ല പാട്ടുകളൊക്കെ, നീലനിശീതിനി എന്നൊക്കെ പാട്ടുകൾ, മാനത്തെ കായലിൽ മണപ്പുറത്ത് എന്തൊരു, അതൊക്കെ ബ്രഹ്മാനന്ദന്റെ നല്ല പാട്ടുകളാണ്. അപ്പൊ അദ്ദേഹത്തെ എന്തായാലും ഓർമ്മയിലേക്ക് കൊണ്ടുവന്നതിന് ഒരുപാട് താങ്ക് യു. ജ്യോതി സാർ എന്തെങ്കിലും പറയാനുണ്ടോ? ജ്യോതി സാർ നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന്. സൂര്യകിരീടമൊക്കെ നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് പല ആഴ്ചകളിലും പങ്കെടുക്കാൻ പറ്റാറില്ല. പല തിരക്കുമായതുകൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് സാബു സാർ ആക്റ്റീവായി വന്നപ്പോഴേ നമ്മൾ കുറച്ചു കാലത്ത് ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പം സാറ് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഗുഡ്, നന്നായി. സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. സുഖം, സന്തോഷം. ഞാൻ ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്നു. നമ്മളെ സാബു സാറിനെ വിളിച്ചു. അപ്പോ ഞാനിതാ ദുബായിലാണ് എന്ന് പറഞ്ഞു, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കോട്ടയത്ത് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വന്നതാ. ഇന്ന് കാലത്തെ ട്രെയിനിന് അവിടെ എത്തിയത്. പറയാം. അപ്പൊ എന്തായാലും സന്തോഷം. സാറേ, മോള് പാട്ട് പഠിക്കാൻ വേണ്ടിട്ട് സാറേ SSLC ഇങ്ങനെ കർണാടകയിൽ പിന്നെ PG വരെ പഠിക്കാൻ പോയതുകൊണ്ട് പാടുമായിരുന്നു ചെറുപ്പത്തിൽ. പക്ഷെ അങ്ങനെ ഒരു പോരായ്മ വന്നുപോയി, പാട്ട് പഠിക്കാൻ സാധിച്ചില്ല. പിന്നെ സാറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ ഞായറാഴ്ച ആരുടെ പാട്ടാണ് സാറ് മുഴുവൻ കാര്യങ്ങൾ. നേരത്തെ ഞാനിങ്ങനെ ശ്രദ്ധിച്ച ഗിരീഷ് പുത്തഞ്ചേരി കുറെ പെന്നുകൾ പോക്കറ്റിൽ ഇട്ട് നടക്കും. അതായത് എന്താ പറയണ്ടേ, ഒരാളെ പറ്റിയിട്ട് ഇത്രയും അധികം അറിവുള്ള ഒരു സാറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രക്കും അറിവ് എല്ലായിടത്തും എടുത്തിട്ടാ സാറ് ഇവിടെ വരുന്നത്. സാബു സാറിന്റെ പ്ലാറ്റ്ഫോമിൽ സ്നേഹാണ് സാറേ. സാറ് പാടുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് അറിവ്. താങ്ക് യു സാർ. സാബു സാർ. എല്ലാവർക്കും. മാഡം നമ്മുടെ പഴയ വിങ്സിന്റെ പഴയ ആളായിരുന്നു കേട്ടോ. വളരെ പഴക്കമുള്ള ആളാ. കുറച്ചു കാലം ഒന്ന് മാറി നിന്നതാ. ഞങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് മൂപ്പരൊന്ന് മാറി. പിന്നെ അതാ വീണ്ടും രംഗപ്രവേശത്തിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ട് കോട്ടയത്തിനൊക്കെ. അതെ, ഇതിലൂടെ വീണ്ടും കാണാൻ സാധിക്കുന്നതിലൊക്കെ ഒരു സന്തോഷമുണ്ട്. വീണ്ടും കാണാൻ സാധിക്കണം. ഒരു മീറ്റിംഗ് നമുക്ക് ഇങ്ങോട്ട് വെക്കണം കേട്ടോ, മലബാർ ഏരിയയിലേക്ക്. എല്ലാവരും ഇങ്ങോട്ടേക്ക് വരൂ. ഒരു ഗെറ്റ് ടുഗദർ നമുക്ക് വയ്ക്കാം. ഒരു വടകര ഏരിയയിലേക്ക് വെക്കൂ. തച്ചോളി ഉദയനന്റെ നാട്ടിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്താൻ നമുക്ക്. എല്ലാവരും വരട്ടെ. തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം കേട്ടോ. ഓക്കെ മാഡം, അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. സാബു സാറേ, മോള് UK പങ്കെടുത്തത് സാറേ, ഇവിടെയല്ല. അതെല്ലേ? അപ്പൊ പ്രത്യേക താങ്ക്സ് കേട്ടോ. സംഗീതം നമ്മള് വിടരുത്. നമ്മൾ എവിടെ അവസരം ഉണ്ടായാലും രണ്ടുപേരും പാടാൻ ശ്രമിക്കുക. അതൊന്നുമില്ല, ഞാൻ എങ്ങനെ പാടുന്നു, ഞാൻ എന്റെ പാട്ടിനനുസരിച്ച് ഞാൻ പാടുന്നു. മറ്റുള്ളവർ എങ്ങനെ വേണേലും പാടിക്കൂടാ, അതിനൊന്നും കുഴപ്പമില്ല. നമ്മള് പേടി പിടിക്കേണ്ട, നാണം വിചാരിക്കേണ്ട, ഇതിനൊന്നും ആവശ്യമില്ല. ഓരോ പാട്ടും നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ പാടുന്നത്. അല്ലാണ്ട് ജാനകിയെ പോലെ പാടാൻ നമുക്ക് ആർക്കും പറ്റില്ല, യേശുദാസിനെ പോലെ പാടാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ അത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുക, അതിനെ സ്നേഹിക്കുക, ഇടയ്ക്കിടയ്ക്ക് വരികൾ. കാരണം ഈ സംഗീതം എന്ന് പറയുന്നത് നമ്മളെ മനസ്സിനെ ഈ നേരത്തെ ആ വരികളിൽ പറഞ്ഞ മാതിരി തഴുകി തലോടി ഇങ്ങനെ പോയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണ്. അല്ല, പല അവസ്ഥകളിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള പല അവസ്ഥകളിലും ചില ഗാനങ്ങൾ കേട്ടാൽ നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ. തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ നിങ്ങൾ പാട്, അവസരം കിട്ടുമ്പോഴൊക്കെ പാട്, തുറന്നു പാട്. ഒരു വരി അല്ലെങ്കിൽ ഒരു പല്ലവി, ഒരു അനുപല്ലവി, ഒരു ചരണമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുക. എപ്പോഴെങ്കിലും ഒക്കെ പാടി ഇതുപോലത്തെ അവസരമൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. അത്രമാത്രം പറയാനാണ് കേട്ടോ. ബാബു സാറേ, അതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ ഞാൻ. കഴുതരാഗത്തിൽ പാടാൻ ഏത് സമയത്ത് ഞാൻ ചെയ്യാറില്ലേ? ഒരു നാണവുമില്ലാതെ. സന്തോഷമുണ്ട്. ചിലവരിങ്ങനെ അയ്യോ ഞാൻ പാടിയാൻ അവൻ എന്ത് വിചാരിക്കും, വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് മീ, അല്ലെ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതിൽ പെട്ട് നമ്മുടെ ജീവിതം കുറെ ഇങ്ങനെ നശിക്കുന്നുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ മതി. ജ്യോതി സാറായിട്ടിരിക്കുക, ഞാനായിട്ടിരിക്കുക, രമാദേവി മേഡം ആയിട്ടിരിക്കുക. അവർ പാടുക, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളെ അക്സെപ്റ്റ് ചെയ്ത പിന്നെ എന്താ പ്രശ്നമുള്ളത്? മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണത് കാര്യമൊന്നുമില്ല. അത്രയേ ഉള്ളൂ ഇതിന് കേട്ടാ. ഓക്കെ, എന്തായാലും കുറച്ച് ടോപ്പിക്കും കുറച്ച് ലെങ്ത് ആയി. എന്തായാലും സന്തോഷം. അപ്പൊ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. സാർ ഓഫ് ചെയ്തിട്ടില്ലല്ലോ ഷാബു സാർ.
നമ്മൾ ഓരോരുത്തർ ഓഫ് ചെയ്താൽ മതിയെന്ന് തോന്നുന്നു അല്ലേ? ജോഷി ജോസഫ് സർ, എന്താണ് വിശേഷം? ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. വി പി ജോർജ് സർ. സാർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഇതിങ്ങനെ ഓപ്പണായി കിടക്കാം. മുമ്പ് ഓഫ് ചെയ്താണ്ടാ പോയത്. നമുക്ക് രണ്ട് വർത്താനം പറയാം, എന്നിട്ട് നമുക്ക് സാറേ അതെ 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 അതെ, ഇവിടെ ചങ്ങാതിയായിട്ട് ഗുസ്തിയാ. ഓ അത് ശരി. ആ ഹാ, അത് ശരി, അത് ശരി. മകളുടെ കുട്ടിയാണോ? പുള്ളി അതിന്റെ ഇടയ്ക്ക് നമസ്കാരമൊക്കെ പറഞ്ഞു. സാറ് കേട്ടില്ല. താങ്ക് യു ബാബുക്കുട്ട. എന്താണ് വിശേഷം? പാട്ട് പാടൂ. ഒരു പാട്ട് പാടട്ടെ. പാട്ടുപാട്. കാക്കേ കാക്കേ കൂടെ വിടേ, പഠിക്കോ. പഠിക്കും. ചൂടാ? അത് ശരി. ആഹാ, അത് ശരി. നമ്മള് വീഡിയോ ഓൺ ചെയ്ത പുള്ളിക്ക് അറിയാം, ഉടനെ പുള്ളി ഓടി വരും. അത് ശരി. പിന്നെ പുള്ളിക്ക് കേറിയിരിക്കണം, പുള്ളി എന്ത് പറഞ്ഞാലും അത് കേൾക്കണം. പിന്നെ അങ്ങനെ അതുകൊണ്ട് പിന്നെ നല്ലത്. ശരിയാ, അതുകൊണ്ടാ ഓഫ് ചെയ്യുന്നെന്ന് പറയാ. കുട്ടികളല്ലേ. അതെ. ഓക്കെ സാർ, സുഖമായിരിക്കുന്നു. സുഖം. ഞാൻ കോട്ടയത്ത് വന്നിരുന്നു കേട്ടോ ഇന്നലെ. ആ ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ട് എനിക്ക് അവിടെ, ഒരു ട്രെയിനിങ്. അപ്പൊ അത് കഴിഞ്ഞ് ഇന്ന് കാലത്തെ ട്രെയിനിന് 5 മണിക്കൂടെ എത്തിയതാ, 5:30. ഇപ്പൊ കോട്ടയത്താ? അല്ല, വടകര എത്തിയാണ്. വടകര തിരിച്ചെത്തി. മിനിഞ്ഞാന്ന് കോട്ടയത്ത് വന്നു, അവിടെ താമസിച്ചു. ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിത്തെ ട്രെയിൻ ഇങ്ങോട്ട് പോകുന്നു. ഞാനിവിടെ മൂവാറ്റുപുഴയ്ക്കടുത്ത് കോലഞ്ചേരി. കോലഞ്ചേരിയാണ്. റൈറ്റ്, ശരിയാ. ഞാൻ മൂവാറ്റുപുഴ 3 കൊല്ലം ഉണ്ടായിരുന്നു. പറഞ്ഞു, എന്നോട് പറഞ്ഞാ ഞാൻ ഓർക്കണ്ട്. അതെ. മക്കളെ കുടുംബമൊക്കെ സുഖമായിരിക്കുന്നുണ്ടോ സാർ? എല്ലാവരും സുഖമായിരിക്കുന്നു. വന്നിരുന്നു, എല്ലാവരും പോയി. എന്ന് വന്നു പോയി? അവര് ഡിസംബറിൽ വന്നിട്ട് പോയതാ. അമേരിക്കക്കാരാ? അതെ, ഭാര്യയും ഭർത്താവും വന്നിരുന്നു. അന്നത്തെ കല്യാണത്തിനാണല്ലോ വന്നത്. ഓർക്കുന്നു ഓർക്കുന്നു. അതുമല്ല, പിന്നെ നമ്മൾ അമേരിക്ക ടൂർ പോയല്ലോ. അതെ അതെ അതെ, കറക്റ്റ് കറക്റ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.